السلام عليكم ورحمة الله وبركاته. الحمد لله جاعل اللوح والقلم، والصلاة والسلام على سيدنا ونبينا وحبيبنا ومحبوبنا ومرشدنا ومصطفانا ومنجينا وهادينا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وآله وسلم المبعوث إلى كافة الأمم وعلى آله وصحبه أهل الجود والكرم. ഈ മഹത്തായ വേദിയെയും സദസ്സിനെയും അലങ്കരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ജാമിയയുടെ സാരഥി മാത്രമല്ല, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവുമെല്ലാം ഈ കാലഘട്ടത്തിൽ പ്രതിനിധാനം ചെയ്തു നിൽക്കുകയും ചെയ്യുന്ന സമുദായത്തിൻ്റെ അഭിവന്ദനായ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ജാമിയയുടെ പ്രവർത്തനങ്ങളുടെ സഹചാരിയായി അതോടൊപ്പമുള്ള സ്നേഹനിധിയായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഷെയ്ഖുൽ ജാമിയ പണ്ഡിത കുലത്തിലെ നമ്മുടെ അഭിമാനമായ ഉസ്താദ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർകളെ, പ്രിയങ്കരനായ സുഹൃത്ത്, നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക ധാർമ്മിക വേദികളിലെല്ലാം നമുക്ക് ഉൾക്കരുത്തായിട്ടുള്ള എത്രയോ കാലം ഈ ജാമിയയുടെ മുറ്റത്ത് മുഴങ്ങിയ ആ മഹാഗനഗംഭീരമായ ശബ്ദം CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ശബ്ദം. ആ CHൻ്റെ പ്രിയപുത്രൻ കൂടിയായ എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ മുനീർ സാഹിബ്, വേദിയിലുള്ളവരെല്ലാം നമ്മുടെ അഭിവന്ദരായ പണ്ഡിതൻ നേതാക്കളാണ്. ഉസ്താദുമാർ KV അസ്ഹർ അലി ഫൈസി അവർകളെ, പാതിരമണ്ണി ബാപ്പു മുസ്ലിയാർ, പാതിരമണ്ണ ബാപ്പു മുസ്ലിയാർ, ഉസ്താദ് ലിയാവുദ്ദീൻ ഫൈസി, ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഖാസിമി, ഉസ്താദ് ഹംസ ഹൈതമി, മുഹമ്മദ് ഷിഹാബ് ഫൈസി, പ്രിയപ്പെട്ട പുത്തനഴി മൊയ്തീൻ ഫൈസി, അഭിവന്ദനായ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അലവി ഫൈസി കുളപ്പറമ്പ്, MLA-മാരായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ആബിദ് ഹുസൈൻ തങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ്, പ്രിയപ്പെട്ട മുസ്തഫ, ബഹുമാനരായ മുസ്തഫ ഫൈസി, അബ്ദുസലാം ഫൈസി, ഇബ്രാഹിം ഫൈസി തിരൂർക്കാട്, TH ദാരിമി, ഹംസ റഹ്മാനി, ആമുഖ പ്രഭാഷണം നിർവഹിച്ച മുജ്തബ ഫൈസി, ഉമർ ഫൈസി മുടിക്കോട്, അരിമ്പ്ര അബ്ദുൽ അസീസ് ഫൈസി, വേദിയിൽ എന്ന പോലെ സദസ്സിലുമുള്ളത് നാളെ പണ്ഡിതന്മാരാകാനിരിക്കുന്നവരും പാണ്ഡിത്യത്തിൻ്റെ അനുഗാമികളുമാണ്, അറിവിൻ്റെ അവകാശികളാണ്. അറിവ് തന്നെ ഒരു അവകാശമാണ്. വറസത്ത് എന്ന പദമാണ് പുണ്യ റസൂൽ പ്രയോഗിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വറസ, വിറാസ എന്നുള്ളതിൻ്റെ അർത്ഥം നന്നായി ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് ബഹുമാനപ്പെട്ട മുതഅല്ലിമുകൾ. അനന്തരാവകാശം, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പോലും അനന്തരാവകാശികളായിരിക്കേണ്ടവരാണ് എന്നാണ് പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് കേവലം ഔപചാരികമാണ്. ഉദ്ഘാടനം അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ വാക്കുകൾക്ക് അടിവരയിടുന്ന ചുമതല മാത്രമേ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇവിടെ നിർവഹിക്കാനുള്ളൂ. എത്ര മനോഹരമാണ് ഈ സന്ധ്യ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പാൽക്കടൽ പ്രകാശധാവള്യം. ഈ സമുദായത്തെ തന്നെ ഉമ്മത്തുൽ ബൈളാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്.
വെളുത്ത സമുദായം. ബൈളാ, ബീൽ വെളുപ്പാണ് എന്ന് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ബീലിനെ ഇഷ്ടപ്പെടുക എന്ന് പരിശുദ്ധ റസൂലിന്റെ തിരുവചനമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ള നിറത്തെ ഇഷ്ടപ്പെടുക, അതിൽ നിങ്ങളുടെ മരണപ്പെട്ടവരെ കഫൻ ചെയ്യുക. ലോകത്താരും ഇന്നോളം വെള്ള നിറമല്ലാത്ത മറ്റൊന്നിലും ജനാസയെ കഫൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ നിറം പലതും ഓർമ്മിപ്പിക്കുന്നു. ഈ പാൽക്കടൽ ഇൽമിന്റെ മാത്രമല്ല, അച്ചടക്കത്തിന്റെ, സംസ്കാരത്തിന്റെ, ഐക്യത്തിന്റെ, ഉയർച്ചയുടെ ശക്തി ഗോപുരം, അതിനെല്ലാം ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഈ പാൽക്കടൽ. ജാമിയയുടെ മുറ്റത്ത് ഇന്നത്തെ ഈ വൈകുന്നേരം അർത്ഥഗർഭമായിട്ടുള്ള ആലോചനാമൃതം പ്രദാനം ചെയ്യുന്ന ഒരു സന്ധ്യയാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഓർമ്മകളെ അഴിച്ചുവിടാൻ എനിക്കിവിടെ സന്ദർഭം ലഭിച്ചിരുന്നുവെങ്കിൽ എന്നെപ്പോലൊരു എളിയവൻ പോലും കഴിഞ്ഞ 10 പതിറ്റാണ്ടുകാലത്തെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജാമിയയുടെ ഓർമ്മകളുടെ ഒരു പ്രവാഹം, ഒരു ഘോഷയാത്ര. ഉറുദുവിൽ പറയും യാദോം കി ബാറാത്ത്. ബാറാത്ത് എന്ന് പറഞ്ഞാൽ പുതിയാപ്പിള പോകുന്ന ഘോഷയാത്രയാണ്, മണവാളൻ പോകുന്ന യാത്രയാണ് ബാറാത്ത്. യാദോം കി ബാറാത്ത്, ഓർമ്മകളുടെ ഘോഷയാത്ര. ഒരു ഓർമ്മകളുടെ ഘോഷയാത്ര എൻ്റെ മനസ്സിലെ ഓർമ്മകളെ അഴിച്ചു വിട്ടിരുന്നുവെങ്കിൽ ഈ വർഷം വരെ നീണ്ടു നിൽക്കുന്ന ആ ഘോഷയാത്ര നമ്മളതിലെ തുള്ളികൾ മാത്രമാണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം. അതിൻ്റെ മുന്നേ നടന്നത് വിശുദ്ധ വ്യക്തിത്വങ്ങളാണ്. ഈ ജാമിയയുടെ മുറ്റത്തേക്ക് കാലുകുത്തുമ്പോൾ അതിൻ്റെ ഓരോ മൺതരിക്കും ഹൃദയമുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെ ചവിട്ടുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ തന്നെ മണ്ണിൽ ചവിട്ടുമ്പോൾ സൂക്ഷിക്കണം. പ്രസിദ്ധനായ സൂഫി വര്യൻ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ഷക്കറിന്റെ ഒരു പ്രസ്താവനയുണ്ട്. മണ്ണിലൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം, ചവിട്ടുമ്പോൾ. നാളെ നീ ചുവട്ടിലും മണ്ണ് നിന്റെ മീതയുമായിരിക്കും നീ ഖബറിൽ കിടക്കുമ്പോൾ. ആ വിനയമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ് ഇൽമ്. ഇൽമിന്റെ കൂടെ വരേണ്ടതാണ് തവാളു, വിനയം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഈ ഗ്രാൻഡ് സല്യൂട്ട് പരിപാടി കൊണ്ട് സംഘാടകരായ ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാബാ ഫരീദിന്റെ ഈ വചനം ഗുരു ഗ്രന്ഥ സാഹിബിലേക്ക് എടുത്തു ചേർത്തിട്ടുണ്ട് സിഖ് മതവിശ്വാസികൾ. മണ്ണിലൂടെ ചവിട്ടി നടക്കുമ്പോൾ സൂക്ഷിക്കണം, നീ നാളെ അതിൻ്റെ ചുവട്ടിലും അത് നിന്റെ മീതയുമായിരിക്കും. അങ്ങനെ ഒരു കാലം നിനക്ക് വരാനുണ്ട്. ഏത് മണ്ണിനും അത് ബാധകമാണെങ്കിൽ ജാമിയയുടെ മണ്ണ് മുൻഗാമികൾ, പൂർവികൾ, പൂർവസൂരികൾ അവർ നടന്നു പോയിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് ഇവിടെ വികാരങ്ങളുടെ ഒരു സ്പന്ദമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അനുഭവപ്പെടുന്നത്. അല്പസമയം മുമ്പ് അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതൊരു തുടർച്ചയുടെ പ്രവാഹം മാത്രമാണ്, പുതിയതല്ല, ഒന്നും പുതിയതല്ല. പഴയതിന്റെ കണ്ണി മാത്രമാണ്, തുടരുന്ന ശൃംഖലയാണ്. ശൃംഖലക്ക് സിൽസില എന്നാണ് പറയാ, സിൽസില അല്ലേ? ചെയിനും അങ്ങനെയാണ് പറയാ. നിക്കാഹ് ചെയ്യുന്ന വേദിയിൽ സിൽസിലത്തു ദഹബ്, ഈ സ്വർണ്ണ ചെയിൻ എന്ന് ബഹുമാനപ്പെട്ട ഖാദിമാർ പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇതൊരു ശൃംഖലയാണ്. ആ ശൃംഖലയുടെ കീഴിലാണ് നാം നിന്നിട്ടുള്ളത്. ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു, ആദരണീയരായ സയ്യിദ് ശിഹാബ് തങ്ങളുടെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലൊച്ച കേൾക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ സയ്യിദ് ശിഹാബ് തങ്ങളുടെ കാലൊച്ച കേൾക്കുന്നു. ശിഹാബ് തങ്ങൾ ഈ വേദിയിലിരുന്ന് മന്ദസ്മിതം തൂകുന്നത് ഉള്ളുകൊണ്ട് അനുഭവിക്കാൻ എന്താ പ്രയാസം? ഞാൻ അല്ലെങ്കിൽ തന്നെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളാണ്. ശിഹാബ് തങ്ങളെ കൊല്ലത്തിൽ പലതവണ സ്വപ്നത്തിൽ കാണുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ മാസവും 2 തവണ വളരെ വ്യക്തമായി ഞാൻ ആദരണീയരായ സയ്യിദ് ശിഹാബ് തങ്ങളെ തെളിഞ്ഞ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, ജീവിച്ചിരിക്കുന്ന പോലെ. നല്ല സ്വപ്നം പുറത്തു പറയാമെന്നാണ് പുണ്യ റസൂലിന്റെ അനുവാദം സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പുഞ്ചിരി, പരിസരത്തെ മുഴുവൻ നിലാവിൽ മുക്കിയ ആ പുഞ്ചിരി ഈ വേദിയിൽ. ഞാൻ അവിടെ ജാമിയയുടെ ഗേറ്റിൽ സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ സമ്മേളനത്തിന്റെ സമാപന ദിവസം പിരിവിനിരിക്കുന്നത് കാണുന്നു. ഒരു മേശയിട്ട് മഹല്ലുകളിൽ നിന്ന് വരുന്ന പിരിവുമായി വേദിയിലേക്ക് വരാതെ, വേദിയുടെ ശോഭയിൽ മുങ്ങാതെ, അതിന്റെ തിളക്കത്തിലേക്ക് അടുത്തുപോലും വരാതെ, അവിടെ ആ ജനക്കൂട്ടത്തിൽ, ആൾക്കൂട്ടത്തിൽ, പൊടിമണ്ണിന്റെ കാറ്റിനിടയിൽ പാണക്കാട് പൂക്കോയ തങ്ങളുടെ പ്രിയ പുത്രൻ, മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങളുടെ പുത്രൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ഉൾക്കണ്ണുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ എന്തുണ്ട് പ്രയാസം? അല്ലെങ്കിലും ആർക്കുണ്ട് മറവി? മറക്കാതിരിക്കുക. എനിക്ക് ഗ്രാൻഡ് സല്യൂട്ട് ദിവസത്തിൽ അതേ പറയാനുള്ളൂ, ലാ തൻസ. ഇൻസാൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത് അറബിയിലെ നിസിയാൻ എന്ന വാക്കിൽ നിന്നാണ് എന്നും എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയാം. നിസിയാൻ മറവിയാണ്. നമ്മളതുകൊണ്ട് ആ കാലഘട്ടത്തെ നമ്മുടെ നെഞ്ചോട് ചേർക്കുന്നു. ആ ഓർമ്മകൾക്ക് മരണമില്ല. ശംസുൽ ഉലമയുടെ വാഗ്ധോരണി അതിങ്ങനെ ഒഴുകി വരുന്നത് കേൾക്കുന്നു. റഈസുൽ മുഹഖഖീൻ ഉസ്താദ് കണ്ണിയത്ത് മുസ്ലിയാർ അവരുടെ ദുആ, കിടുക്കമുണ്ടാക്കുന്ന ദുആ, ഉൾക്കിടിലമുണ്ടാക്കുന്ന പ്രാർത്ഥന അത് കേൾക്കുന്നു. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന മന്ത്രം എൻ്റെ ഉള്ളിൽ, എൻ്റെ നെഞ്ചിൽ മുഴങ്ങുന്നു. യാ വദൂദ് യാ വദൂദ്. ജാമിയയുടെ സ്റ്റേജിൽ എത്ര വർഷമാണത് കേട്ടത്? 1980 മുതലുള്ള ഓർമ്മകൾ. എന്നെ പോലൊരു എളിയ മനുഷ്യനുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക്, നേതാക്കൾക്ക് എത്ര ഓർമ്മകൾ കാണും? അതായത് 4 പതിറ്റാണ്ട് കാലത്തെ ഓർമ്മകളെ കുറിച്ചാണ് എന്നെ പോലൊരു ചെറിയ മനുഷ്യൻ തന്നെ പറയുന്നത്. 40 കൊല്ലത്തിനിടക്കാലത്തെ ഓർമ്മകൾ, 4 പതിറ്റാണ്ട്. 1980 മുതൽ ഈ സ്റ്റേജ് കയറിയിട്ടുള്ള ഒരാളാണ് ഈ എളിയവൻ. 80കൾ. അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ. ഞാനിവിടെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഫൈസി, ഇന്നലെ ഞാൻ പത്രം നിർനിമേഷം നോക്കി നിന്നു. അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസിയുടെ പേരിലൂടെ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന്റെ ചിത്രം ഞാൻ നോക്കി നിന്നു. കഴിഞ്ഞ 4-5 ദിവസം മുഴുവൻ ജാമിയയെ നമ്മൾ അനുധാവനം ചെയ്യുകയാണ്. ഇവിടെ നടക്കുന്ന ജനനിബിഡമായിട്ടുള്ള സദസ്സുകൾ ഞാൻ വിളിക്കണമെന്ന് തോന്നിയിട്ട് പോലും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഒരു നേരം പോലും വിളിച്ചില്ല. കാരണം ഇതിന്റെ തിരക്കുകൾ, രാപ്പകലുകൾ, എൻ്റെ ഒരു ടെലിഫോൺ കോളിന്റെ ഒരു ബുദ്ധിമുട്ടെങ്കിലും ഒഴിവാക്കാൻ മനഃപൂർവ്വം വിളിച്ചില്ല. ഇന്നിവിടെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പിറകിൽ കണ്ടു ഈ മനോഹരമായ ശില്പകലയുടെ ഗാംഭീര്യത്തോടെ മുഹമ്മദ് ഫൈസിയുടെ പേരുകൾ അവിടെ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ചുരുക്കുകയാണ്. പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകും. കാരണം വികാരങ്ങൾ സംസാരിക്കുകയാണ്. വികാരങ്ങൾക്ക് നാവുണ്ട്. ഞാനൊന്നും മിണ്ടാതിരുന്നാൽ കാറ്റുമടങ്ങും. കവി പറഞ്ഞ പോലെയാണ്. ഞാൻ മൗനിയായപ്പോ കാറ്റും മൗനിയായി. സുബാൻ സബ് സമജ്തി ഹൈ ജസ്ബാത് കി. വികാരങ്ങളുടെ ഭാഷ കാറ്റിനും അറിയാം. വികാരങ്ങളുടെ ഭാഷ കാറ്റിനും അറിയാം. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതിരുന്നാൽ കാറ്റുമടങ്ങും. ഇന്ന് വികാരങ്ങൾ ഇല്ലാതെയാകുന്ന കാലമാണ്. വികാരങ്ങളെ കാത്തു സൂക്ഷിക്കുക. പിതാവ് ഒരു വികാരമാണ്, മാതാവ് ഒരു വികാരമാണ്, ഉമ്മ ഉപ്പ വികാരങ്ങളാണ്, ഗുരുനാഥൻ ഉസ്താദ് വികാരമാണ്, നേതാവും വികാരമാണെന്ന് പഠിപ്പിച്ച നേതാക്കളുള്ളവരാണ് നമ്മൾ. ആരെങ്കിലും പറയുമോ ശിഹാബ് തങ്ങൾ ഒരു വികാരമല്ലെന്ന്? നമ്മുടെ നെഞ്ചത്തെ വികാരമാണ് മഹാനായ ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങൾ തലയ്ക്ക് മീതെ പോയ നേതാവല്ല, ഹൃദയത്തിലൂടെ ചവിട്ടിപ്പോയ നേതാവാണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അത് വികാരമാണ്.
വികാരം കൊണ്ടേ അത് ഓർക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിനെക്കുറിച്ചല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ആ ഭൂതകാല സുഹൃതം നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിത്തന്നത്. ആദ്യത്തെ വാക്ക് ഭാഗ്യം എന്ന വാക്കാണ് അഭിവന്ദനായ തങ്ങൾ ചൊല്ലിത്തന്നത്. ഞാൻ ഇവിടെ പഠിക്കാൻ സാധിച്ചത്, ഇതിന്റെ ഒരു കോളേജിൽ പഠിക്കാൻ സാധിച്ചത്, അള്ളാഹു എനിക്ക് കനിഞ്ഞ ഭാഗ്യം എന്നാണ് നിങ്ങളുടെ പ്രതിജ്ഞയുടെ ആദ്യത്തെ വാചകം. സഈദുൻ ഔ ശഖിയ്യുൻ. 4-ാം മാസം ഒരു മലക്കിനെ ഗർഭാശയത്തിലേക്ക്, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് അള്ളാഹു നിയോഗിക്കുമെന്ന് ഷഫീഉന ഖൈറുൽ വറാ താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് അവസാനം എഴുതും, ഇയാള് ഭാഗ്യവാനോ നിർഭാഗ്യവാനോ, ഇയാളോ ഇവളോ, സഈദോ ശഖിയ്യോ. അതിന്റെ അവസാനം പുണ്യനബി പറയുന്ന ഒരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, മഷി ഉണങ്ങിയിരിക്കുന്നു. വല്ലാത്ത വാക്കാണ്. ആ ഒറ്റ ഹദീസ് ലോകം മുഴുവനും എക്കാലവും നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, മഷി ഉണങ്ങിയിരിക്കുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഭാഗ്യവും നിർഭാഗ്യവും എഴുതപ്പെട്ട രേഖയാണ്. ഇൽമിന്റെ അവകാശികളാകുന്നത് ഭാഗ്യമാണ്. ഓർമ്മകൾ, അതാണ് ഇവരൊക്കെ നയിച്ചത്. ബാഫക്കിത്തങ്ങൾ നിസ്കാരക്കുപ്പായമിട്ട് അതിന്റെ മീതെയുള്ള കറുത്ത കോട്ട്, ജാമിയ സമ്മേളനത്തിലേക്ക് അവർ നടന്നു വരുന്ന ചിത്രത്തിന്റെ ഗാംഭീര്യം, വഖാർ, സാഹിബുൽ വഖാർ അവരായിരുന്നു. ശംസുൽ ഉലമയുടെ ഓരോ ആ കാലഘട്ടത്തിലെ, ഞാൻ ആ ഓർമ്മകളെ കുറിച്ച്, ആ ഓർമ്മകൾ അയവിറക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഓർമ്മകൾ ജാമിയയുടെ ഏറ്റവും വലിയ മൂലധനമാണ്. ഞാൻ എപ്പോഴും ഓർക്കത്ത് അത്ഭുതപ്പെടാറുണ്ട്. ഒരു തവണ പ്രിയപ്പെട്ട മുഹമ്മദ് ഫൈസി പറഞ്ഞു, ഫോണ് ഞാൻ തങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അഭിനന്ദനായ ശിഹാബ് തങ്ങൾ എന്നോട് പറഞ്ഞു, ജാമിയയുടെ സമ്മേളനം ഇന്ന ഡേറ്റ്, കൊടി ഉയർത്തുമ്പോൾ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞു. കൊടി ഉയർത്തുമ്പോൾ കൂടെ ഉണ്ടായി. അത് മഹാനായ ശിഹാബ് തങ്ങളുടെ ഒടുക്കത്തെ ജാമിയ സമ്മേളനമായിരുന്നു. അങ്ങനെ ഒരു വാക്ക് അതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. കൊടി ഉയർത്തുമ്പോൾ കൂടെ ഉണ്ടാവണം. എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു സ്നേഹനിലാവായിരുന്നു. അറിവിനെ ആ സ്നേഹത്തോട് ബന്ധപ്പെടുത്താൻ സാധിക്കണം. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇതുപോലെ ഇത്രയും പവിത്രമായൊരു സമ്മേളനത്തിൽ പറയണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു വാചകം ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മുജ്തബ ഫൈസി ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അതിശയവും ഉണ്ടായി. യാദൃച്ഛികതയിൽ എൻ്റെ മനസ്സിൽ തോന്നി, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ മിമ്മൻ തഅഖുദൂന അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ഇൽമ ദീനാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, ആരിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത്. ഇമാം ഇബ്നു സിറീന്റെ പ്രസ്താവനയാണത് റഹ്മഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. വല്ലാത്തൊരു പ്രസ്താവനയാണ്. ഇൽമു ദീനാണ്. അത് എവിടുന്ന് കിട്ടുന്നു എന്നതിനെ കുറിച്ച് ജാഗ്രത പുലർത്തണം. വല്ലാത്തൊരു കാലമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മുതഅല്ലിം സഹോദരങ്ങളെ. വലിയ കുഴപ്പങ്ങളാണ്. മനുഷ്യന് കരുണയില്ലാതായി തീരുന്ന കാലമാണ്. മനുഷ്യൻ കാഠിന്യം പുലർത്തുകയാണ്. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണ് ഓമന കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊല്ലുന്നത്. കുഞ്ഞുമക്കളെ ചുട്ടുകൊല്ലുന്ന ഭരണാധികാരികൾക്ക് വിദ്യാഭ്യാസമില്ലേ? അവർക്ക് പ്രബുദ്ധതയില്ലേ? അവർക്കില്ലാത്തത് മനുഷ്യത്വമാണ്. അതുകൊണ്ട് അറിവ് കൊണ്ട് മനുഷ്യത്വത്തെ നിർമ്മിക്കണം. അതാണ് ഈ കാലഘട്ടത്തിലെ ദൗത്യം. അതായിരിക്കട്ടെ ഇന്നത്തെ ഗ്രാൻഡ് സല്യൂട്ടിന്റെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് ചൊല്ലിത്തന്ന പ്രതിജ്ഞയുടെ അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ നമുക്കെടുക്കാനുള്ള തീരുമാനം. ലോകം അന്ധമായി തീരുകയാണ്. കാലറ്റ് കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രമുണ്ട് ഇന്നലെ പത്രത്തിൽ. മുറിക്കപ്പെട്ട കാല്. ആ കുഞ്ഞിരുന്നൊരു മൊബൈലിലേക്ക് എന്തോ നോക്കുകയാണ്.
ഉമ്മയും കൊന്നിരിക്കുന്നു, ബാപ്പയും കൊന്നിരിക്കുന്നു, അവന്റെ 2 കാലുകളും അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ. ഒരു യുദ്ധത്തിൽ കുട്ടികൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞ് കരഞ്ഞ പുണ്യ റസൂലിനെ ഓർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദയയില്ലാത്ത ലോകമാണ്. ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ ഉപധനാഭ്യർത്ഥനയുടെ ചർച്ചയിൽ ജപ്പാനിലെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ജപ്പാൻ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് ശക്തിയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ 20 മിനിറ്റിൽ ഒരാളാണ് ആത്മഹത്യ ചെയ്യുന്നത്. 20 മിനിറ്റിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരാൾ സ്വയം മരിക്കും. ആളുകൾക്ക് ജീവിതത്തോട് താല്പര്യമില്ല, ശൂന്യതയാണ്. കാശുണ്ട്, പണമുണ്ട്, ഭൗതിക പ്രമത്തതയുണ്ട്, സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, പുരോഗതിയുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. പക്ഷെ നിർമ്മിത ബുദ്ധിക്ക് ഒരു ഹൃദയം ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് ജാമിയ പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന സന്ദേശം. നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം, ഉമ്മാക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ ഈ കേരളക്കരയിൽ ഒരു നിർമ്മിത ബുദ്ധി, ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നു. യന്ത്ര മനുഷ്യത്തിയെ സ്വിച്ചിട്ടാൽ വെള്ളം കൊണ്ടുവന്നു, സ്വിച്ചിട്ടാൽ മരുന്ന് കൊണ്ടുവന്നു. യന്ത്ര മനുഷ്യത്തി ഈ കേരളത്തിൽ. വല്ലാത്തൊരു കാലമാണ്, വല്ലാത്തൊരു കാലമാണ്. എന്നോട് നന്ദി കാണിക്കുവിൻ നിങ്ങളുടെ മാതാപിതാക്കളോടും. അല്ലാഹു അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകാതിരിക്കുവിൻ. ഇന്ന് രാവിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഒരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്ത ഒരു ബഹുമാന്യ വ്യക്തി, മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു അധ്യാപക ശ്രേഷ്ഠൻ എന്നോട് പറഞ്ഞു, ഛേ എന്ന് പോലും മാതാപിതാക്കളോട് പറഞ്ഞു പോകരുത് എന്ന ഖുർആന്റെ സൂക്തം എന്നെ പലപ്പോഴും വികാരാധീനനാക്കിയിട്ടുണ്ട്. ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. ഞാൻ പങ്കെടുത്ത ഒരു അറബ് ഭാഷാ സെമിനാറിൽ പങ്കെടുത്ത ഒരു ജോർദാൻ പണ്ഡിതൻ അരമണിക്കൂർ അവതരിപ്പിച്ച പ്രബന്ധം ഉഫ് എന്ന വാക്കിനെ കുറിച്ചായിരുന്നു. ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഛേ, നീരസത്തിന്റെ ഒരു വാക്ക് പോലും പറയരുത്. അവിടുന്നൊക്കെ പോയി എവിടെ എത്തിയിരിക്കുന്നു? നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. AI എന്നാണെന്ന് പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന വാക്ക്, അത് എയർ ഇന്ത്യ അല്ല. പണ്ട് എ എന്ന് പറഞ്ഞ എയർ ഇന്ത്യയാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. നിർമ്മിത ബുദ്ധി എങ്ങോട്ടായി പോക്കെന്ന് പറയാൻ സാധിക്കില്ല. ജപ്പാനിൽ മാതാപിതാക്കൾ നടികളെ വാടകക്കെടുക്കുകയാണ്. തെറ്റായൊരു കാര്യത്തിനാണെന്ന് ചിന്തിച്ചു പോകല്ലേ. നടികളെ വാടകക്കെടുക്കാൻ നല്ലൊരു കാര്യത്തിനാണെന്ന് പറയാം. എന്താണ്? ഞായറാഴ്ചകളിൽ അവർ വന്ന് ഒറ്റക്കിരിക്കുന്ന മാതാപിതാക്കളെ ഹലോ പറഞ്ഞു പോകാൻ. പെൺമക്കൾ അടുത്തു നോക്കാത്തതിനാൽ ജപ്പാനിലെ മാതാപിതാക്കൾ മകളുടെ ഒരു കൂറ്റ് കേൾക്കാനുള്ള മോഹത്താൽ ചെയ്യുന്ന പണി അവരെ വാടകക്കെടുക്കുന്നു. ഞായറാഴ്ച വന്ന് ഹലോ പോപ്പ്, ഹലോ മോം എന്ന് പറഞ്ഞു പോകും. അതിന് കാശ് കൊടുക്കുന്നു. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഈ അറിവ് ദീനാണ്. മാതാവ്, പിതാവ് ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറ് പാലിക്കേണ്ടത്? നിന്റെ മാതാവിനോട്. വീണ്ടും ചോദ്യം, പിന്നെ ആരോട്? ലോകഗുരുവിന്റെ, വിശ്വപ്രവാചകന്റെ, വിശ്വവിമോചകന്റെ റൂഹി പിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടി രണ്ടാമതും നിന്റെ മാതാവിനോട്. പിന്നെ ആരോടെന്ന ചോദ്യത്തിന് മൂന്നാമതും മറുപടി നിന്റെ മാതാവിനോട്. അവസാനം പറയുന്നു നാലാമത്തെ ചോദ്യത്തിന് മറുപടി നിന്റെ പിതാവിനോട് എന്ന്. അതാണ് ഈ കാലം. ജപ്പാനിലെ മൂന്നാമത്തെ സംഗതി, ആളുകൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ടാവും വീടുകളിൽ. ദിവസങ്ങളും ആഴ്ചകളും കണ്ടിട്ടേ മൃതദേഹം ലഭിക്കൂ. മൃതദേഹം ആളുകൾ തിരിച്ചറിയൂ. ആരും നോക്കാനില്ലാതെ അവർ മരിച്ചു കിടക്കും. ആരും ശ്രദ്ധിക്കാൻ? ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആരും ആരെയും സ്നേഹിക്കുന്നില്ല. ആരും ആരെയും തലോടുന്നില്ല. മനുഷ്യത്വമില്ല, സാഹോദര്യമില്ല, സ്നേഹമില്ല. പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ടെക്നോളജിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിദ്യയുടെ അഭ്യാസങ്ങളുണ്ട്. ഇന്ന് വിദ്യാഭ്യാസം അവിദ്യ വർദ്ധിപ്പിക്കുകയാണ്, അജ്ഞാനം ഉണ്ടാക്കുകയാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള പ്രതിഭാസത്തെ
ജപ്പാൻകാർ വിളിക്കുന്നത് കോദോകുഷി എന്നാണ്. നോക്കാനില്ലാത്ത ആളുകളുടെ മൃതദേഹങ്ങളെ അവർ കോദോകുഷി എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഭൗതികത വർദ്ധിക്കുമ്പോൾ അത് വളരെ വലിയ കഷ്ടപ്പാടിലേക്ക് നയിക്കും. അള്ളാഹു തന്നതിനെ തുടർന്ന് ആ പരീക്ഷണങ്ങൾ ഏറ്റെടുത്ത് അള്ളാഹുവിലേക്ക്, സൃഷ്ടാവായ റബ്ബിലേക്ക് അണയുകയാണ് ചെയ്യേണ്ടത്. وَلَقَدْ أَرْسَلْنَا إِلَى أُمَمٍ مِّن قَبْلِكَ فَأَخَذْنَاهُمْ بِالْبَأْسَاءِ وَالضَّرَّاءِ لَعَلَّهُمْ تَضَرَّعُونَ. അള്ളാഹുവിലേക്ക് അണയാൻ അതെല്ലാം പ്രേരിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ ഈമാൻ കാത്തു സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈമാൻ വളരെ വിലപ്പെട്ടതാണ്. അതെപ്പോഴാണ് കയ്യിൽ നിന്ന് പോകുക എന്ന് കാണാൻ സാധിക്കില്ല. സഹാബികളുടെ ഒരു സംഘത്തോട് പുണ്യ റസൂൽ ഒരു ദിവസം പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 പേരടങ്ങിയ വഖാല ഫീ ജമാഅത്തിൻ ഫീഹിം അബൂ ഹുറൈറ വസമറത്ത് ഇബ്നു ജൻദബ് വഹുദൈഫ. 3 പേരടങ്ങിയ ഒരു സംഘത്തോട് പുണ്യ നബി ഒരിക്കൽ പറയുകയാണ്, ആഖിറുക്കും മൗതൻ ഫിന്നാർ, നിങ്ങളിൽ വെച്ച് ഒടുക്കം മരിക്കുന്നവൻ നരകത്തിലായിരിക്കും എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ടെൻഷനായിരിക്കും 3 പേരുടെ ഒരു സംഘത്തോട്, നിങ്ങളിൽ വെച്ച് അവസാനം മരണപ്പെടുന്നവൻ നരകത്തിൽ പ്രവേശിക്കും. فكان يسأل بعضهم عن بعض فكان سمر آخرهم موتا. ഇതിൽ ആരാണ് ഒടുക്കം മരിക്കുന്നതെന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ആരാണ് ഒടുക്കം മരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ. ഫകാന സമ്ര ആഖിറഹും, അതിൽ അവസാനം മരണപ്പെട്ടത് സമ്രയായിരുന്നു. വഹസിമ, അയാൾക്ക് വാർദ്ധക്യമായി. വഖരിഫ, അയാൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിച്ചു. ഫസ്തലാ ബിന്നാർ, അയാൾ നരകത്തിലേക്കുള്ള മരണം അവസാനം മരിക്കുകയും ചെയ്തു. ഖാല അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഫദഹബൽ ഖൗം, ആളുകളൊക്കെ മരിച്ചുപോയി. യാനി മാതു, അവരൊക്കെ മരണപ്പെട്ടു. വബഖീതു, ഞാൻ ബാക്കിയായി. വഅന വറജുലുൻ ഫഖുതില മുർതദ്ദൻ യൗമൽ യമാമ, ഞാനും ഒരാളും മാത്രം ബാക്കിയായി. പുണ്യനബിയുടെ ഏറ്റവും അടുത്ത സഹാബിയായ അബൂ ഹുറൈറ ആശങ്കയോടെ കഴിഞ്ഞതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്, ഈമാൻ കാത്തു സൂക്ഷിക്കുന്നത് അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമാകുന്ന ഒരു കാലത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. അവസാനം സമ്ര മരണപ്പെട്ടപ്പോഴാണ് അബൂ ഹുറൈറയ്ക്ക് ഒരു ആശ്വാസം റളിയല്ലാഹു അൻഹു ലഭിക്കുന്നത്. അബൂ ഹുറൈറയെ നമുക്കറിയാമല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാതെ സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. എത്രയോ ദർസുകളിൽ, കോളേജുകളിൽ. കാരണം ഈ ഇൽമാണ്. ആ ഇൽമ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും ഈ മഹത്തായ സദസ്സിൽ ഒരു തുള്ളിയാകാനും സാധിച്ചതിൽ ഉള്ള കൃതാർത്ഥത ഇവിടെ അറിയിച്ചുകൊണ്ട്, പല നേതാക്കന്മാരും പണ്ഡിതന്മാരും സംസാരിക്കാനുണ്ട്, പല സമ്മേളനങ്ങൾ നടക്കുന്നതാണ്. സമയം വളരെ പരിമിതമാണ്. ദീർഘിച്ചു പോയോ എന്ന ശങ്കയോടെ, ദീർഘിച്ചു പോയെങ്കിൽ ഈ സമയപരിമിതിയിൽ ക്ഷമിക്കുമാറാകണമെന്ന അപേക്ഷയോടെ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ നേതൃത്വത്തിന് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ അവറുകളെ പോലുള്ളവരൊക്കെ ദീർഘകാലം എല്ലാ രംഗങ്ങളിലും വെളിച്ചമായി ഉണ്ടാകട്ടെ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും നമ്മളെപ്പോഴും പങ്കുവെക്കാറുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ നാളത്തെ പണ്ഡിതന്മാർ ഐക്യത്തിൻ്റെ കൊടിവാഹകരാകുവിൻ, ഒന്നിച്ച് മുന്നോട്ട് പോകുവിൻ, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവിൻ, സങ്കീർണമായ ഒരു ലോകത്ത് സമാശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ പ്രതീകങ്ങളാകുവിൻ, ഫിത്നയെ തടുക്കുവിൻ, ഫിത്നയ്ക്കെതിരെ, എല്ലാ ലോകമാസകലം നടക്കുന്ന ഫിത്നകൾക്കെതിരെ ഒറ്റക്കെട്ടാകുവിൻ. അധികം ഫിത്നകളും ഉണ്ടാകുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടില്ലേ, പ്രധാനമായും നാവ് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ റസൂലിൻ്റെ ഒരു ഹദീസ് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇതിൻ്റെ ഒക്കെ ഒടുക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ പുണ്യ നബി അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട നാവ് പിടിച്ചു, അവിടുത്തെ വിരലുകൊണ്ട് നാവ് പിടിച്ചു. ഈ നാവിനെ പിടിച്ചു വെക്കുവിൻ എന്ന് പുണ്യ നബി ഉണർത്തി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ പുണ്യ വിരലുകളെ കൊണ്ട് അവിടുത്തെ നാവ് അവിടുന്ന് പിടിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലേക്കൊക്കെ നോക്കും, എത്ര വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം തന്നെ ശക്തിമത്തായ വിശ്വാസം കൊണ്ട്, അറിവ് കൊണ്ട് നേരിടാൻ നമുക്ക് അള്ളാഹു കരുത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ ഉദ്ഘാടനം വേദിയിലുള്ള മഹത്തുക്കളുടെ സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ. എല്ലാവരും